ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് നെല്ലിശ്ശേരിയാണ്. സ്നേഹ അർച്ചനയോട് പറയുകയാണ്, എൻ്റെ കാര്യത്തിൽ ഇടപെടാൻ നിങ്ങൾ വരണ്ട. എൻ്റെ കാര്യം നോക്കാൻ എൻ്റെ അച്ഛനും ഏട്ടനുമൊക്കെ ഉണ്ട്. അതിൽ ഏട്ടത്തിയുടെ അഭിപ്രായമൊന്നും വേണ്ട. അനിയത്തിയുടെ കാര്യം വന്നപ്പോൾ അനിയത്തിയെ സപ്പോർട്ട് ചെയ്യുകയല്ലേ ചെയ്തത്. എന്നെ സപ്പോർട്ട് ചെയ്തില്ലെങ്കിലും വേണ്ടില്ല, ഉപദ്രവിക്കാൻ വരാതിരുന്നാൽ മതി. ഇനിമേലിൽ എൻ്റെ ഒരു കാര്യത്തിലും നിങ്ങൾ ഇടപെടരുതെന്ന് സ്നേഹ പറയുമ്പോൾ ദേഷ്യത്തോടെ സ്നേഹയെ അടിക്കാനായി കൈ ഓങ്ങുകയാണ് അർച്ചന. തുടർന്ന് അർച്ചനയുടെ കൈ തടഞ്ഞിട്ട് സ്നേഹ പറയുകയാണ്, നിങ്ങൾക്ക് തല്ലിത്തീർക്കാനല്ല ഇവിടെയുള്ളവർ ജീവിക്കുന്നത്. ഏട്ടത്തി ഏട്ടത്തിയായാൽ മതി, അമ്മയാകാൻ നോക്കണ്ട. അത്രയ്ക്ക് തല്ലണമെന്നുണ്ടെങ്കിൽ സ്വന്തം അനിയത്തി ഇവിടെ ഉണ്ടല്ലോ, അവരെ പോയി തല്ല്. അത്രയും പറഞ്ഞ് ദേഷ്യത്തോടെ സ്നേഹ അവിടുന്ന് പോകുമ്പോൾ ഞെട്ടലോടെ നിൽക്കുകയാണ് അർച്ചനയും മീരയും. അങ്ങനെ സ്നേഹ താഴേക്ക് വരുമ്പോൾ സ്നേഹയ്ക്ക് ആഹാരം വിളമ്പി കൊടുക്കാൻ അർച്ചന ചെല്ലുന്നു. ഞാൻ തനിയെ കഴിച്ചോളാം എന്ന് പറഞ്ഞുകൊണ്ട് സ്നേഹ തനിയെ എടുക്കുകയാണ്. പെട്ടെന്ന് ധനുഷ് ചുമയ്ക്കുമ്പോൾ അവന്തിക ടെൻഷനോടെ ധനുഷിനെ നോക്കുന്നു. അപ്പോൾ തന്നെ സ്നേഹ ധനുഷിന് വെള്ളം കൊടുക്കുമ്പോൾ ഇതൊക്കെ കണ്ട് ദേഷ്യത്തോടെയും വിഷമത്തോടെ നിൽക്കുകയാണ് അർച്ചനയും മീരയും. നേരം പുലർച്ചെയാകുന്നു. പിന്നീട് കാണിക്കുന്നത് വീട്ടിലേക്ക് പോകാനായി ബാഗെല്ലാം പാക്ക് ചെയ്യുന്ന മീരയാണ്. ഏട്ടത്തി, ഇതെന്താ ഇപ്പോൾ ബാഗൊക്കെ പാക്ക് ചെയ്യുന്നതെന്ന് അർച്ചന ചോദിക്കുമ്പോൾ അത് പിന്നെ ആതിര അവിടെ ഒറ്റയ്ക്കല്ലേ, അവൾ അവിടെ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ടാകും. ഞാൻ അനൂപേട്ടനെ വിളിച്ചിട്ടുണ്ട്. മോൾക്കും എന്നെ കാണാതെ വലിയ സങ്കടമാണെന്നാ പറഞ്ഞത്. അതുകൊണ്ട് കുറച്ച് ദിവസം ഞാൻ അവിടെ പോയി നിൽക്കാമെന്ന് മീര പറയുന്നു. എനിക്കറിയാം ഏട്ടത്തി, ഇന്നലെ സ്നേഹ അങ്ങനെയൊക്കെ പറഞ്ഞതുകൊണ്ടല്ലേ ഏട്ടത്തി ഇപ്പോൾ പോകുന്നത്. അവളെ വളർത്തിയത് അവന്തിക ഏട്ടത്തിയാണ്. അതുകൊണ്ട് തന്നെ അവൾക്ക് വാശിയും ദേഷ്യവുമൊക്കെ അല്പം കൂടുതലുമായിരിക്കും. വൃന്ദാവനത്തിൽ ആതിരയെ നോക്കാൻ അവിടെ 4 പേരുണ്ട് എന്ന് പറഞ്ഞ് ഏട്ടത്തി പോകണ്ടെന്നല്ല പറയുന്നത്. പക്ഷേ ഏട്ടത്തി ഇപ്പോൾ പോയാൽ കൂടുതൽ വിഷമിക്കുന്നത് ഞാനായിരിക്കും. കാര്യങ്ങളെല്ലാം ഏട്ടത്തിക്ക് അറിയാവുന്നതല്ലേ, ബാക്കിയെല്ലാം ഏട്ടത്തിയുടെ ഇഷ്ടം പോലെ എന്ന് പറഞ്ഞ് അർച്ചന താഴേക്ക് പോകുന്നു. ഇത് കേൾക്കുന്ന മീര കുറച്ചുനേരം എന്ത് ചെയ്യണമെന്നറിയാതെ ടെൻഷനോടെ നിൽക്കുന്നു. പിന്നീട് കാണിക്കുന്നത് അനൂപ് നെല്ലിശ്ശേരിയുടെ പുറത്ത് വന്ന് നിൽക്കുന്നതാണ്. മീര പുറത്തേക്ക് ഇറങ്ങി ചെല്ലുന്നു. അനൂപേട്ടൻ ആവണിയെ കൊണ്ടുവന്നില്ലേ? ഇല്ല, നീ വീട്ടിലേക്ക് വരുന്നെന്നല്ലേ പറഞ്ഞത്. അത് പിന്നെ അനൂപേട്ട, അർച്ചന പറഞ്ഞു കുറച്ച് ദിവസം കൂടി അവൾക്കൊരു കൂട്ടായിട്ട് ഇവിടെ നിൽക്കാൻ. എങ്കിൽ ശരി, ഞാൻ പോവുകയാണെന്ന് അനൂപ് പറയുമ്പോൾ കയറിയിട്ട് പോയിക്കൂടായിരുന്നോ എന്ന് മീര ചോദിക്കുന്നു. അത് വേണ്ട മീരെ, നീ ഇവിടെ ആരോടും വഴക്കിടാനൊന്നും നിൽക്കണ്ട. ഞാൻ പിന്നീട് ഒരു ദിവസം മോളെയും കൂട്ടിക്കൊണ്ട് വരാം എന്ന് പറഞ്ഞുകൊണ്ട് അനൂപ് അവിടെ നിന്ന് പോകുന്നു. പിന്നീട് കാണിക്കുന്നത് അർച്ചനയാണ്. അർച്ചന ദേഷ്യത്തോടെ മുറിയിലേക്ക് വരുമ്പോൾ സച്ചി ചോദിക്കുകയാണ്, എന്താടോ തനിക്ക് എന്തു പറ്റി? ഈയിടെയായിട്ട് തനിക്ക് എല്ലാ ദിവസവും ദേഷ്യം തന്നെയാണല്ലോ. ഈ വീട്ടിലെ ഓരോരുത്തരുടെയും സ്വഭാവം ഓരോ ദിവസം കൂടുന്തോറും മാറിക്കൊണ്ടേ ഇരിക്കുകയാണ്. എനിക്കറിയില്ല എന്ത് ചെയ്യണമെന്ന്. എടോ, ഇപ്പോൾ എന്താ തൻ്റെ പ്രശ്നം? പ്രൊപ്പോസൽ വന്നെന്നല്ലേ ഉള്ളൂ, കല്യാണമൊന്നും നടന്നിട്ടില്ലല്ലോ. സ്നേഹ എൻ്റെ കൂടി അനിയത്തിയാണ്. ഞാൻ ഈ കല്യാണം നടക്കില്ലെന്ന് പറഞ്ഞാൽ നടക്കില്ല, അത്ര തന്നെ. പക്ഷേ എനിക്ക് അതിനൊരു പ്രോപ്പറായിട്ടുള്ള റീസൺ വേണം. അത് കിട്ടുന്നതുവരെ ഞാനോ താനോ ഈ കല്യാണം നടക്കില്ലെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. നമ്മൾ ഇതിനു മുമ്പും കല്യാണങ്ങൾ മുടക്കിയിട്ടുണ്ടല്ലോ. പക്ഷേ വ്യക്തമായ കാരണം വേണം. അതുവരെ താനൊന്ന് ക്ഷമിക്ക്, ഞാൻ തൻ്റെ ഒപ്പം ഉണ്ടല്ലോ. അത്രയും പറഞ്ഞ് സച്ചി അവിടുന്ന് പോകുമ്പോൾ അർച്ചനയ്ക്ക് സന്തോഷമാകുന്നു. നേരം രാത്രിയാകുന്നു. പിന്നീട് കാണിക്കുന്നത് വൃന്ദാവനമാണ്. കമല പറയുകയാണ്, ഊരും പേരും അറിയാത്ത ഒരുത്തന് വീട്ടിലെ കുട്ടിയെ പിടിച്ചു കൊടുക്കുക എന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ അല്പം കഷ്ടം തന്നെയാണ്. ഒന്നും കാണാതെ സേതു അങ്ങനെ ചെയ്യില്ലായിരിക്കും. നെല്ലും പതിരും തിരിച്ചറിയാനൊക്കെ സേതുവിനാകുമല്ലോ എന്ന് മാഷു പറയുന്നു. ഇത് കേൾക്കുന്ന അനൂപ് പറയുകയാണ്, എനിക്ക് ആ ധനുഷിനെ അങ്ങ് ബോധിച്ചിട്ടില്ലാച്ചാ. അവൻ അത്ര നല്ലവനാണെന്ന് എനിക്ക് തോന്നിയിട്ടുമില്ല. അവരുടെ കുടുംബകാര്യത്തില് നമ്മൾ തലയിടണ്ട. 3 ആൺമക്കളല്ലേ ഉള്ളത്. അവർക്ക് അന്വേഷിക്കണമെങ്കിൽ അവരന്വേഷിക്കട്ടെ എന്ന് മാഷു പറയുന്നു. നേരം പുലർച്ചെയാകുന്നു. പിന്നീട് കാണിക്കുന്നത് നെല്ലിശ്ശേരിയാണ്. അർച്ചനയുടെ ഫോണിലേക്ക് അനൂപ് വിളിക്കുകയാണ്. എന്താ മോളെ നീ വിളിച്ചതെന്ന് അനൂപ് ചോദിക്കുമ്പോൾ അർച്ചന പറയുകയാണ്, അത് പിന്നെ ഏട്ടാ, ഞാൻ അന്ന് പറഞ്ഞില്ലായിരുന്നോ ധനുഷിനെ പറ്റിയൊന്ന് അന്വേഷിക്കാൻ. അതേസമയം അങ്ങോട്ടേക്ക് വരുന്ന സ്നേഹ അർച്ചന പറയുന്നതെല്ലാം മറഞ്ഞു നിന്ന് കേൾക്കുകയാണ്. ധനുഷിന്റെ മേൽവിലാസം എനിക്ക് എങ്ങനെയെങ്കിലും ഒന്ന് സംഘടിപ്പിച്ചു തരണമെന്ന് അർച്ചന പറയുമ്പോൾ അതിനെന്താ, ഞാൻ നോക്കിയിട്ട് ഇന്ന് തന്നെ പറയാമെന്ന് അനൂപും പറയുന്നു. പിന്നീട് കാണിക്കുന്നത് അനഘയാണ്. നന്ദന്റെ മുറിയിലേക്ക് അനഘ ചെല്ലുന്നു. എന്താ നീ വന്നതെന്ന് നന്ദൻ ചോദിക്കുമ്പോൾ അനഘ പറയുകയാണ്, അത് പിന്നെ നന്ദേട്ടാ, സ്നേഹയും ധനുഷുമായിട്ടുള്ള വിവാഹം നിർത്തിവെക്കണം. അർച്ചനയ്ക്ക് ധനുഷിന് ഇഷ്ടമല്ലാത്തതുകൊണ്ട് അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. ഇപ്പോ നിനക്കെന്താ? കാര്യമായ തെളിവെന്തെങ്കിലും ഉണ്ടെങ്കിൽ കൊണ്ടുവാ. അങ്ങനെയാണെങ്കിൽ ഞാൻ ഈ വിവാഹം ഇപ്പൊ തന്നെ മുടക്കാം. ഇത് കേൾക്കുന്ന അനഘ ഒന്നും മിണ്ടാതെ നിൽക്കുമ്പോൾ അങ്ങോട്ടേക്ക് അവന്തിക വരികയാണ്. നീ അറിഞ്ഞോണ്ടാണോ നിന്റെ അനിയത്തി ഇപ്പൊ ഇങ്ങനെ ഒരു നാടകം കളിച്ചത്? ധനുഷും സ്നേഹയുമായിട്ടുള്ള വിവാഹം നടത്തരുതെന്ന് പറയാനാ ഇവളിപ്പോ ഇങ്ങോട്ടേക്ക് വന്നത്.
ഇതൊന്നും ഞാൻ അറിഞ്ഞിട്ടില്ലെന്നും ഞാനല്ലേ നന്ദേട്ടനോട് അവരുടെ വിവാഹ കാര്യം പറഞ്ഞതെന്നും അവന്തിക പറയുമ്പോൾ ഇനി മേലാൽ ഈ കാര്യം പറഞ്ഞുകൊണ്ട് എൻ്റെ അടുത്തേക്ക് വരരുതെന്ന് പറഞ്ഞ് നന്ദൻ അവിടെ നിന്ന് പോകുന്നു. തുടർന്ന് അനഘ ചോദിക്കുകയാണ്, നിങ്ങൾക്കുണ്ടാകേണ്ടിയിരുന്ന കുഞ്ഞിൻ്റെ അച്ഛനെ നിങ്ങൾ മറ്റൊരുത്തിക്ക് വിട്ടുകൊടുക്കുകയാണോ? നിങ്ങൾ നിങ്ങളുടെ ജീവിതം വെച്ച് തന്നെയാ ഇപ്പോൾ കളിക്കുന്നത്. ഒരു ദിവസം എല്ലാത്തിനും കണക്ക് പറയേണ്ടി വരും എന്ന് പറഞ്ഞുകൊണ്ട് അനഘ അവിടുന്ന് പോകാൻ നേരം അനഘയെ പിടിച്ചു നിർത്തി അവന്തിക പറയുകയാണ്, നിനക്ക് നിന്റെ ചേച്ചി അവന്തികയെ മാത്രം അറിയൂ. അവന്തിക എന്ന സ്ത്രീയെ നിനക്കറിയില്ല. നിങ്ങളെ ഇതിനപ്പുറം പറയാനേ ഒന്നുമില്ല. നിങ്ങളെക്കുറിച്ച് എനിക്ക് നന്നായിട്ട് അറിയാമെന്ന് പറഞ്ഞ് അനഘ അവിടുന്ന് പോകുമ്പോൾ ഒന്നും പറയാനാകാതെ തലകുനിച്ച് നിൽക്കുകയാണ് അവന്തിക. ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.